ചോദ്യം ഒന്നേ ഉള്ളൂ. സുപ്രീം കോടതി പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു, വാരണാസി ജില്ലാ കോടതി അനുവാദം കൊടുത്തു. ഇത് ശരിയോ തെറ്റോ? അത് 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 കോടതി അലക്ഷ്യമല്ലേ? കോടതി അങ്ങനെ തന്നെ, കോടതി തന്നെയല്ലേ പറയുന്നത്? ഇതാണ് നമ്മളിപ്പോ പല വിധികളും കോടതി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് വിധി നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. കോടതി നല്ലതാണോ ചെയ്യുന്നത് മോശമാണോ എന്ന് ചിന്തിക്കുന്നത് നമ്മൾ കേരളക്കാർ ചിന്തിക്കുന്നുണ്ട്. അത് ആ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കലാപങ്ങളും ഇല്ലാത്തത്. ഉദാഹരണം ഫുള്ള് അഥവാ മതസൗഹാർദ്ദത്തെ തകർക്കുക എന്നുള്ള രൂപത്തിലാണ് പല നീതിന്യായങ്ങളും വരുന്നിട്ടുള്ളത്. അപ്പോ ബാബരി മസ്ജിദിന്റെ സ്ഥിതി തന്നെയാണല്ലോ. എന്നോ ഒരു പ്രാവശ്യം പള്ളിക്കകത്ത് ആരോ കൊണ്ടുവച്ച വിഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിട്ടാണല്ലോ അവിടെ പള്ളി അതിന്റെ വഴിക്കായിരിക്കും ഈ ഗ്യാൻവാപ്പി നടക്കുക. ആയിരിക്കും. പൗരൻ എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം എന്ന് പറയുമ്പം എല്ലാവർക്കും തുല്യ നീതി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇതുവരെ തുടർന്ന് വന്ന ആ രീതിയിൽ തന്നെ പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള ജനതാ ന്യൂസിൽ ഇതിന് മുമ്പ് ഒരിക്കൽ ഒരു ന്യൂസ് ചെയ്തിരുന്നു. നമ്മുടെ ഗ്യാൻവാപ്പി മസ്ജിദ് അതോടൊപ്പം ആരാധനാലയങ്ങൾ സംരക്ഷിക്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി വെച്ചിരുന്നു, ഫോക്കസ് ഇഷ്യൂ. സത്യത്തിൽ അന്ന് ഫോക്കസ് ഇഷ്യൂവിൽ നമ്മുടെ ലേഖകൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ മാത്രമായിട്ടുള്ളൊരു അവതരണമായിരുന്നു അവതരിപ്പിച്ചത്. എങ്കിൽ സാധാരണ മലയാള ജനതാ ന്യൂസ് ജനങ്ങളുടെ പക്ഷത്തേക്ക് പോയി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുമായിരുന്നു. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ പക്ഷം തേടിക്കൊണ്ട് ഈ അഭിപ്രായത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് അതേ സ്ഥലത്ത് തന്നെ എത്തി ഈ വിഷയമായി ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ജനങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം അതിൽ സൂചിപ്പിച്ചത് തന്നെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒരേപോലെ തന്നെ ജീവിച്ച അഥവാ മാനവമയത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അധികം ആളുകളും ഈ പറഞ്ഞ ഫാസിസ്റ്റുകളെ എതിർക്കുന്നവരാണ്. ഒരു മതത്തിന്റെ അധിഷ്ഠിതമായി മറ്റു മതങ്ങളെ തകർക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാവരും സൗഹാർദ്ദത്തിലാക്കി പോണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ ഈ ഒരു 1991 നരസിംഹറാവു കൊണ്ടുവന്ന നിയമം അഥവാ ഓരോ ആരാധനാലയവും അത് സംരക്ഷിക്കേണ്ടതുണ്ട്. 1947 മുതൽ ആർക്കാണ് ഉടമസ്ഥാവകാശം, അവർക്കാണ് അതിന് അധികാരം. അതിന് മേലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ള ഒരു ചർച്ച പോലും പാടില്ല. അങ്ങനെ ചർച്ച വന്നാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ചയും ഉടലെടുക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ പൊതുജനം കാണുന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത സമയത്ത് തന്നെ ഓരോ മതത്തിന്റെ പേരിലാണ് പലതും സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയൊരു അനുഗ്രഹമാണ് തൊട്ടത് ക്ഷേത്രം, ചർച്ച്, അതോടൊപ്പം തന്നെ മസ്ജിദും ഉണ്ട്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയും മുസ്ലിമായും നമ്മൾ പഠിക്കാൻ ചായ കുടിക്കാൻ വന്നപ്പോഴും നമ്മുടെ മതം നമ്മളെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനെ നശിപ്പിക്കാനാണ് ഇന്ന് പൊളിറ്റിക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വാരണാസി കോടതി ഗ്യാൻവാപ്പി മസ്ജിദിന് താഴെ പൂജ നടത്താൻ അധികാരം കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ഉണ്ടാവാണ്. ഇതിനെ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്കുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ കാണും? അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും ഒരേപോലെ കാണുക. എന്താ വെച്ചാ പാർട്ടി പറയുമ്പോൾ ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും നാൾ നമ്മളെ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എങ്ങനെയാണ് ഈ കാണുന്ന വിധിയെ നമ്മൾ എങ്ങനെ കാണുന്നുണ്ട്? കാരണം മുസ്ലിങ്ങൾ മുകളിൽ ആരാധന നടത്തുന്നു, അതിന് തൊട്ട് താഴെ അവരുടെ ബാത്റൂമിന്റെ താഴത്തെ പൂജ നടത്താൻ അനുവാദം കൊടുത്തു. സത്യത്തിൽ ഇത് കൂടുതൽ ഒരു കമ്മ്യൂണൽ റൈൽ ഉണ്ടാവാനല്ലേ സാധ്യത? கம்யூனல் ரைட் உண்டாகுமான்னு தெரியாது. லைக் மோஸ்ட் ப்ராபப்ளி கேன்வாபி மசூதி இல்ல இப்போ அந்த ரீசெண்ட் இஷ்யூஸ் பாத்தீங்கன்னா மோஸ்ட்லி கோர்ட் ஆர்டர் வச்சு தான் கவர்மெண்ட் வந்து இது பண்ணுது. மோர் ஓவர் கவர்மெண்ட் இஸ் புஷிங் த கோர்ட், மேபி லைக் ப்ரெஷர் இருக்கலாம். ஆனா லைக் மோர் ஓவர் இந்த லேண்ட்ல வந்து லைக் 3 இதுதான் கான்ஸ்டிடியூஷன், பார்லிமெண்ட், அப்புறம் ஹைகோர்ட், சுப்ரீம் கோர்ட் தான் எப்பவுமே வித்ஸ்டாண்ட் ஆகும். மேபி ஒரு லோவர் கோர்ட்டோட டெசிஷன் இன்வாலிடா இருந்தா மேபி ഹയർ കോർട്ടുക്ക് പുഷ് പണി ഇത് பண்ணலாம். മേബി ജസ്റ്റിസ് സ്റ്റാൻഡ്സ് ഫോർ ആൾ. ഇപ്പൊ ഇതില് ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെ ജില്ലാ കോടതിയാണ് കൊടുത്തതെങ്കിലും സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തണം. ഇപ്പൊ താജ്മഹലിന്റെ വിഷയം അല്ലെങ്കിൽ ഈദ്ഗാഹ്, അവിടുത്തെ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം രേഖയില്ലാതെ അതിനകത്ത് കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ. പക്ഷെ ഇവിടെ ഇതിലിപ്പോ അലഹാബാദ് കോടതി 22 വർഷത്തേക്ക് യാതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇവിടെ ജില്ലാ കോടതി അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇത് സത്യത്തിൽ മുകളിൽ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുക, താഴെ മറ്റൊരു വിഭാഗം ആരാധന നടത്തുമ്പോൾ സത്യത്തിൽ അതൊരു നിയമ ലംഘനം തന്നെയാണ്. லைக் இப்போ ப்ரெசன்ட் ஜெனரேஷன் வந்து கரெக்டா நமக்கு உங்களுக்கும் தெரியாது. ஏன்னா ப்ரெசண்டா இங்க வந்து மேபி அவங்க ரூல் பண்ணது வந்து ஆர்கியாலஜிக்கல் ஃபேவர் படி தான் கேன்வாபி மசூதி பிரசன்ஸ் ஆஃப் ஆர்கிடெக்ட்ஸ் எல்லாம் ஹிந்து ஸ்கல்ப்சர்ஸ் எல்லாம் இருக்குன்னா மேபி எவ்ரி ஒன்ஸ் ஆர் பிரதர்ஸ் அண்ட் சிஸ்டர், லைக் ஈச் அண்ட் எவ்ரி ஒன் ரெஸ்பெக்ட் தயர் ஓன் கம்யூனல் ரிலிஜன். அந்த மாதிரி உங்களுக்கும் எங்களுக்கும் ஓகேனா சேமா இருக்கிற பிரச்சனை இல்லை. இன் ஒன் ஹவுஸ் போத் காட்ஸ் கேன் பி வர்ஷிப். லைக் அது வந்து எப்படி இருக்கணும்னா உங்களுக்கு எங்களுக்கு அது ஓகேவானா மேபி ഇഷ്യൂസും വരാതെ റൈറ്റ്സും വരാതെ. ഉത്തരേന്ത്യയിലെ ഇപ്പൊ ഇഷ്യൂസ് ഒരുപാട് നടക്കുക അതിലെ ഇപ്പടി നടക്കുമാ. പ്രത്യേകിച്ചും കേരളത്തില് മലയാളത്തില് இந்த கேரளாவில
ஒருத்த ஹிந்து க்ஷேத்திரம் இருக்கா, இங்க மஸ்ஜித் இருக்கா, அங்க சர்ச் இருக்கா, யாருமே பிரச்சனை இல்ல, எல்லாம் ஐக்கியதான், எல்லாம் பிரதேச மாதிரி தான் இருக்கா. இந்த மாதிரி அங்க நடக்குமா? அங்க எப்படும் இந்த பேர்ல தான் இந்த பிரச்சனை நடந்திருக்கா? அலகாபாத் அந்த அயோத்திக்கு இஷ்யூக்கு முன்னாடியே கேன்வாபி இஷ்யூ வந்து இருந்து 91ல இருந்தே லைக் அது புஷ் ஆயிட்டு இருக்கு. லைக் மோர் ஓவர் இட் கிவ்ஸ் மாரல் சப்போர்ட். லைக் அங்க லைக் மோர் ஓவர் த கோர்ட் வந்து ஃபேவரா ரூல் பண்ணிருக்கு. அதனால இன்னும் பீப்புள் வந்து மோர் ஓவர் ஜஸ்டிஸ் இந்த எவிடன்ஸ் இருக்கு, ஃபேக்ட் செக் பண்ணி மோர் ஓவர் ஒரு பெட்டிஷன் 2 பெட்டிஷன் கோர்ட்டுக்கு ஃபைல் ஆகிட்டே இருக்கும்போது மோர் ஓவர் அது வந்து ஃபிளாஷ் லைட்ல மீடியாவில் இருக்கு. மோர் ஓவர் இப்போ கவர்மெண்ட் வந்து இப்போ லைக் ஒன்ஸ் வந்து ராம் மந்திர் இஷ்யூன்னு ரன் ஆயிட்டு இருக்கு. இப்போ வந்து கேன்வாபி இஷ்யூ, லைக் நெக்ஸ்ட் வந்து மதுரா இஷ்யூ வரும். லைக் மோர் ஓவர் தேவர் புஷிங் லைக் ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ക്രൈസ്തവ പ്രശ്നമായിട്ടൊന്നും അല്ല. ഇത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഓരോ പൗരനും ഇന്ന് നമുക്ക് കൊടുക്കുന്ന പെട്രോളിന് കൊടുക്കുന്ന ക്യാഷ് എത്രയാണ്, ഡീസലിന് കൊടുക്കുന്ന ക്യാഷ് എത്രയാണ്, നമ്മുടെ അരിയുടെ വില എത്രയാണൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ചർച്ചയാകാതിരിക്കാൻ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് പുതിയ അജണ്ടകളുമായിട്ട് ഭരണകൂടം മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിന് കേവലം പ്രകോപനപരമായ രീതിയിൽ നമ്മൾ ആരും സമീപിക്കാതെ ഇതിനെ എല്ലാ ജനങ്ങളും കൂടി ദേശീയ ബോധമുള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു നിന്നുകൊണ്ട് നേരിട്ടുകൊണ്ട് മാത്രമേ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പെട്രോൾ അടിക്കുന്ന 100 ആളുകൾ പെട്രോൾ അടിക്കുന്ന അതിൽ 80 ആളുകൾ ഹിന്ദു സഹോദരന്മാരാണ്. 100 ആളുകൾ അരി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 80 പേര് ഹിന്ദു സഹോദരന്മാർ ഇന്ത്യയിൽ. ഇവർക്കൊക്കെ ഉള്ള വിലക്കയറ്റം, എല്ലാവർക്കും ഒരുപോലെ വിലക്കയറ്റമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ കുറവാണ്. പക്ഷെ അത് കാണാതിരിക്കാനും അത് മൂടി വെക്കാനും അത് പൊതുജന ശ്രദ്ധയിൽ വരാതിരിക്കാനുമുള്ള കോർപ്പറേറ്റ് അജണ്ടയുടെ ഒരു പുതിയ ഭാഗമാണ് ഈ ഗ്യാൻവാപി മസ്ജിദും ഈ താജ്മഹലും ഈ ബാബരി മസ്ജിദും തുടങ്ങിയ ഓരോരോ പുതിയ വിഷയങ്ങൾ അവർ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഈ കെണിയിൽ ചാടാതെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വളരെ ആലോചിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഇത്രയും കാലം നമ്മൾ എങ്ങനെ ജീവിച്ചോ, ഏകോദര സഹോദരന്മാരായിട്ട് ഹിന്ദു മുസ്ലിം സിഖ് എന്നൊന്നുമില്ലാതെ ഒറ്റ മനസ്സോടുകൂടി നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. ഇതുപോലെ തുടർന്ന് നമ്മൾ ജീവിച്ചു പോകാൻ ആരാണ് നമുക്ക് അനുകൂലം, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമ്മളെ വോട്ടിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് വേണ്ട പിന്തുണ നമ്മൾ നൽകണം. ഒരിക്കലും കേവലം വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഇത് അവർക്ക് വളമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റുകൾക്ക് വളമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതില് ബാബരി മസ്ജിദിന്റെ തകർച്ച, പിന്നെ അതേപോലെ തന്നെ ഗ്യാൻവാബി മസ്ജിദിന്റെ അത് ഇപ്പോൾ ഉള്ള അവകാശവാദമൊക്കെ ഇത് അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിൽ ഒട്ടുക്കുള്ള ഫാസിസ്റ്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് RSSന്റെ ഫാസിസം ഇത് നടപ്പിലാക്കുകയാണ്. ഇത് ഒരു ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കിയ ഒരു ഫാസിസത്തിന്റെ ഭാഗമാണ് ഒരു ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇത് ഗ്യാൻവാബി മസ്ജിദോ അല്ലെങ്കിൽ താജ്മഹലോ അല്ലെങ്കിൽ അയോധ്യയിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ പൗരത്വ നിഷേധം വന്നു മുസ്ലിങ്ങൾക്കെതിരെ. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇവിടുന്ന് മറ്റുള്ള സംസ്കാരങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ പൊതുജനങ്ങൾ, ജനാധിപത്യമുള്ള പൊതുജനങ്ങൾ അംഗീകരിക്കുന്നൊന്നുമില്ല. ഒരു ന്യൂനപക്ഷം മാത്രമാണ്, 2-3% വരുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇതിന്റെ പിന്നിൽ. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് ഈ നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുണ്ടല്ലോ, അവര് അത്തരം രീതിയിൽ അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തി ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് വൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ ഫാസിസ്റ്റ് വൽക്കരണത്തിലൂടെ ഇവിടെ വികസനമാണ് ഇല്ലാതായി പോകുന്നത്. വിലക്കയറ്റം, അതിനെക്കുറിച്ചിട്ടൊന്നും ഗവൺമെന്റ് പറയുന്നില്ല. ഈ ഫാസിസം ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുക, വെറുപ്പ് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം, ജനങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതിനെ തുടക്കം മുതലേ എതിർക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് മാത്രമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യ സമരം 1947 ഓഗസ്റ്റ് 5 ലഭിച്ചു. ഇനി രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഈ ഫാസിസത്തെ തകർക്കലാണ് എന്നുള്ളതാണ് എൻ്റെ ശരിക്കും ഹിന്ദുമതത്തിന്റെ ഭാഗമല്ല. ഹിന്ദുത്വത്തിന്റെ പേരിൽ ഒരു അജണ്ട നടപ്പിലാക്കൽ മാത്രമാണ്. ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ഇല്ലാതാക്കിയ അന്ധവിശ്വാസങ്ങളൊക്കെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലോട്ട് പറഞ്ഞയക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവർ കാണിക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഇവർ ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുന്ന വിധത്തിൽ ഇവരെ തകർക്കുക. ഇവരുടെ ലക്ഷ്യങ്ങളൊന്നും ഏതായാലും ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്നില്ല. അതിനു മുമ്പ് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇതിന്റെ അപകടങ്ങളെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ്. ഞങ്ങൾ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ലക്ഷ്യം
എന്നുള്ളതും ജനങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ പിന്നെ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ മതേതരത്വം, മതസൗഹാർദ്ദം, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യനും ജൈനരും ബുദ്ധരൊക്കെ നല്ല സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ, അതാണ് ഇവിടുത്തെ 90% ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ ഒരു ഇന്ത്യയെ, ഒരു പുതിയ ഇന്ത്യയെ വാർത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇന്ന് മറ്റുള്ള ശക്തികൾ ഒരു ഹിഡൻ അജണ്ട പ്രകാരം അവർ ഇന്ത്യയുടെ ഈ മതേതരത്വം തകർത്തുകൊണ്ട് അതിലൂടെ രാജ്യത്തിന്റെ ഉന്നത ശിലാകേന്ദ്രത്തിൽ, പാർലമെന്റ് പോലെയുള്ള ഉന്നത ഭരണ ശിലാകേന്ദ്രത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സൂത്രവാക്യമായിട്ടാണ് അവര് ഈ മതേതരത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഹിഡൻ അജണ്ട തന്നെ അതാണ്. ജനങ്ങളെ തമ്മിൽ വേറെ റൂൾ അതെന്ന് പറഞ്ഞതുപോലെ തമ്മിൽ തെറ്റിപ്പിച്ച്, മതത്തിന്റെ പേരിൽ വിദ്വേഷം പ്രകടിപ്പിച്ച് ജനങ്ങളെ പരസ്പരം തെറ്റിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റി പാർലമെന്റ് പോലെയുള്ള ഭരണശിലാകേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനുള്ള അവരുടെ ഒരു സൂത്രവാക്യമായിട്ടാണ് അവർ ഇതിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതിപ്പോ പാളയം എന്നുള്ള ചർച്ച ഉണ്ട്, പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്. ഒരു ജംഗ്ഷനിൽ തന്നെ 3 വരുമ്പോൾ തന്നെ ഒരു മതസൗഹാർദ്ദത്തിന്റെ എല്ലാ സൂചനയും അതിൽ കാണുന്നുണ്ട്. അതില് ഒരു അമ്പലം വരുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാം ഒരുമിച്ചുണ്ടാവണം, ഒരുമിച്ചുണ്ട്. അപ്പൊ ആർക്കും ഒരു പ്രശ്നമുണ്ട്. ഇനി ഒരു അമ്പലം ഇല്ലാത്തതുകൊണ്ടുള്ള പരാതി ആർക്കും വേണ്ട. അപ്പൊ അവരുടെ അവകാശങ്ങൾ ഒരുപോലെ തന്നെ കാണും. എല്ലാവർക്കും ഒരേപോലെ ഉണ്ട്. എല്ലാവരും ഇന്ത്യൻ പൗരൻ തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റെതായ അവകാശങ്ങളുണ്ട്. എല്ലാവർക്കും മതത്തിന്റെ അവരുടേതായ അവകാശങ്ങളുണ്ട്. 3 നിൽക്കുന്നതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അതങ്ങനെ വേണം, അതങ്ങനെ നിലനിൽക്കട്ടെ. അതെ അതെ, അങ്ങനെയെങ്കിലും മതസൗഹാർദ്ദം വളരെ. ഹൈക്കോടതി ഓർഡർ ഇല്ലേ, അതായത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം കോർട്ട് ആണെങ്കിൽ ബാബരി മസ്ജിദിന്റെ കേസ് മാത്രമേ അറിയാവുള്ളൂ. അല്ല, ഈ ഓർഡർ ഇപ്പൊ വന്ന ഓർഡർ ഇല്ലേ, ഉത്തരേന്ത്യയിലേക്ക് ബന്ധപ്പെട്ടുള്ള കോടതി വിധി, അതിലായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അഥവാ അവിടെ ഗ്യാൻവാപി മസ്ജിദ് എന്നുള്ളത് മുഗൾ രാജാവായ ഔറംഗസീബ് 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം നടത്തിയ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു ആരാധനാലയമാണ്. അവിടെ ഇപ്പോൾ പൂജ നടത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 91 ഒരു അപ്പീൽ പോവാണ്. അഥവാ അത് ക്ഷേത്രമായിരുന്നു, വിക്രമാദിത്യ രാജാവ് സ്ഥാപിച്ച ക്ഷേത്രമായിരുന്നു നടത്തുന്നത്. പക്ഷെ അതിന് പുരാവസ്തു ഗവേഷകരും സൈനിച്ച് നോക്കിയപ്പോൾ അതിനൊന്നും അങ്ങനെ തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷെ അത് നടക്കുന്നത് ബാബരി മസ്ജിദ് കേസ് ഇത് തന്നെയാണ് കേട്ടോ. എന്നോ ഒരു പ്രാവശ്യം പള്ളിക്കകത്ത് ആരോ കൊണ്ടുവച്ച വിഗ്രഹം ഉണ്ടെന്നും പറഞ്ഞിട്ടാണല്ലോ അവിടെ പള്ളി അതിന്റെ വഴിക്കായിരിക്കും ഈ ഗ്യാൻവാപി നടക്കുന്നത്. ആയിരിക്കും. എങ്കിൽ നമ്മൾ ഇന്ത്യ ഭരിക്കുന്നത് RSS ആണല്ലോ, അതായത് BJP എന്ന സംഘടനയാണല്ലോ. അപ്പം അവര് മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു നടപടിയാണ്. ഇപ്പം എന്താ പറയാ, നമ്മുടെ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ പറ്റിയും ഇപ്പൊ ചെറിയ ഇതേപോലത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെ അത് ക്ഷേത്രമായിരുന്നു എന്ന രീതിയിലുള്ള അപവാദങ്ങളും BJP RSS എന്ന സംഘടന പറയുന്നുണ്ട്. അപ്പം കേരളത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ച് അതിപ്പോ ഒരു ക്ഷേത്രമായിരുന്നു എന്നാണ് ഇപ്പൊ BJP നേതാവ് ഇപ്പൊ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഥവാ മുസ്ലിം പള്ളികൾ മാത്രമല്ല, ഇപ്പൊ നടന്ന ഈ ചർച്ച പോലും അത് ക്ഷേത്രമായിരുന്നു, അത് തിരിച്ചെടുക്കണമെന്നാണ് ഇപ്പോ ഈ അടുത്ത സമയത്ത് BJP നേതാവ് പ്രഖ്യാപിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മലയാളികളെ നിലയ്ക്ക് ഇതിനെ എങ്ങനെ കാണുന്നുണ്ട്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രാജ്യമാണല്ലോ. അതായത് എല്ലാവർക്കും, അതായത് മതരാഷ്ട്രമല്ല നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മതനിരപേക്ഷ രാജ്യമാണ്. അപ്പം എല്ലാവർക്കും, എല്ലാ പൗരനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതിൻ്റെതായ സ്പേസ് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഞാനൊരു സോൾജറാണ്. ഞാൻ മതം എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രമാണ്, ജാതി എന്ന് പറയുന്നത് എന്റെ രാജ്യസ്നേഹമാണ്. ബാക്കിയുള്ളതിനെ കുറിച്ച് ഒന്നും എനിക്ക് ഒരൊറ്റ ഒരു ഇതേ ഉള്ളൂ, മതങ്ങളും ജാതിയും ഒന്നും ഇല്ലാത്തത് ഇവിടുത്തെ സോൾജർ വർഗം മാത്രമാണ്. ബാക്കിയുള്ളിടത്തൊക്കെ അവരൊക്കെ ഈ രാഷ്ട്രീയം കണ്ടെത്തുകയാണ് ഓരോന്നിനകത്തും. ഞാൻ അതിനകത്ത് ഇതൊന്നും കാണുന്നില്ല. എനിക്ക് ഒരൊറ്റ ഒരു മതമേ ഉള്ളൂ, ദാറ്റ് ഈസ് മൈ രാഷ്ട്രം. ഇപ്പൊ നമുക്ക് രാഷ്ട്രത്തിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നടക്കുന്ന നമ്മുടെ കാരണം നരസിംഹറാവു ഇവിടെ കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൈതൃകം എന്നുള്ളത് എല്ലാ മതക്കാർക്കും തുല്യ പദവിയാണ്, തുല്യ നീതിയാണ്. എങ്കിൽ 91 നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഒരു സ്റ്റാറ്റസ് കോ 947 ശേഷം ആരൊക്കെയാണോ ആരാധന നടത്തിയത് അത് ആ സ്റ്റാറ്റസ് കോ അനുസരിച്ച് അവർക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. എന്നാലും ഇത് പാലിക്കേണ്ടത് കോടതിയാണ്. പക്ഷെ ആ കോടതിയാണ് ഇന്ന് അതിനെ മാറ്റി ഒരാൾ ഒരു ഹർജി കൊടുത്തു, അതിന്റെ അടിയിൽ ഞങ്ങളുടെ ക്ഷേത്രമായിരുന്നു പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവിടെ ആരാധനയ്ക്ക് അനുവാദം കൊടുത്തത്. ഇപ്പൊ ഒരു പള്ളി പൊളിച്ച് അതിനെ നിരമനുഷ്യരാക്കി. കേരളത്തിൽ ഇതാ ഒരു ചർച്ചിന് അവകാശം വെച്ചു. ഇത് സത്യത്തിന്റെ ഒരു നീതിയാണോ? ഈ പറഞ്ഞ ഭരണഘടനയ്ക്ക് നിയമത്തിനെതിരല്ലേ? അത് നിയമങ്ങൾ അറിയാവുന്നവരോട് കറക്റ്റായിട്ട് ചോദിക്കുക അതിനെക്കുറിച്ച്. നമ്മുടെ സാധാരണ പൗരനാണല്ലോ. അപ്പം ഈ കോടതികൾ ഇപ്പം നമുക്ക് ബാക്കിയുള്ളിടത്തുള്ള ഇത് കിട്ടാത്ത വരുമ്പോൾ നമ്മൾ കോടതികളല്ലേ ആശ്രയിക്കുന്നത്. ഇപ്പൊ കോടതികൾ പറയുന്നത് സത്യമാണെന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വിധിയെ എനിക്ക്
മാനിക്കാൻ പറ്റത്തുള്ളൂ. അത് വേറെ ഒന്നുമില്ല. അതല്ലെങ്കിൽ സർക്കാർ വേറെ പാർലമെന്റ് വേറെ നിയമം പാസ്സാക്കണം അതിന് മേളി വേണമെങ്കിൽ. അപ്പൊ ഇപ്പൊ നരസിംഹറാവ് 91 കൊണ്ടുവന്നത് നിയമമായി നിൽക്കുകയാണ്. അഥവാ സ്റ്റാറ്റസ് കോ അനുസരിച്ച് മുഗളൻ രാജാവ് കൊണ്ടുവന്നത് അഥവാ ഔറംഗസീബ് കൊണ്ടുവന്നതാണ് പള്ളി എന്നൊരു ഉറപ്പാണ്. എങ്കിൽ അതില്ല, വിക്രമാദിത്യനെ കൊണ്ടുവന്നു ഒരാൾ പറഞ്ഞെങ്കിൽ സ്റ്റാറ്റസ് കോയെ നശിപ്പിക്കലില്ലേ, നിയമത്തെ നശിപ്പിക്കലില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് നിയമം അറിയാവുന്നവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. കാരണം നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. നിയമം ഇപ്പോഴും പറയുന്നുണ്ട്, കോടതി പറയുന്നുണ്ട്. അതെ, നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണല്ലോ കോടതി ചെയ്യുന്നത്. അപ്പൊ കോടതി ചെയ്യുന്നത് കറക്റ്റ് ആണെന്നാണല്ലോ നമ്മളെല്ലാം നിൽക്കുന്നത്. പക്ഷെ ഇതിപ്പോ കോടതി എതിരല്ലേ? അല്ലല്ല, കോടതി പറയുന്നത് എന്താണോ, എവിടെ ഇത് മൂന്നും ഒന്നിച്ചല്ല നിൽക്കുന്നത്. അപ്പൊ കോടതി പറയുന്നത് എന്താണെന്ന് അത് കറക്റ്റ് ആണെന്നുള്ള ഒരു വിചാരമാണ് സാധാരണ പൗരൻ എന്ന നിലയില്. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും എനിക്കില്ല. എനിക്ക് മറ്റുള്ള ഇത് രാഷ്ട്രീയമല്ല സാർ. സത്യത്തിൽ ഇവിടെ പറഞ്ഞത് കാരണം ബാബരി മസ്ജിദ് ഇഷ്യൂ വന്നപ്പോൾ പോലും അവിടെ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ പറഞ്ഞ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അവിടെ ഒരു ക്ഷേത്രത്തിന് അല്ലെങ്കിൽ അവശത കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ഒരു പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് അവന് അനു കൊടുക്കുമ്പോൾ ഇനി ഒരു ചർച്ചിനും ഒരു ആരാധനാലയത്തിനും ഇങ്ങനെ ഒരു പാടില്ല എന്ന് പറഞ്ഞു. കോടതിയാണ് പറഞ്ഞത്. ഇതൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഉണ്ടല്ലോ സുപ്രീം കോടതി വിധി വരികയാണെന്ന് പറഞ്ഞാൽ ആ കോടതി പറയുന്നത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അപ്പൊ സുപ്രീം കോടതി താഴെയാണല്ലോ വാരണാസി ജില്ലാ കോടതി. അല്ല, അപ്പൊ അതിന് അപ്പീൽ പോകാമല്ലോ. അത് ഫൈനൽ അല്ലല്ലോ വിധി. അപ്പൊ അതിന് അപ്പീൽ പോകാമല്ലോ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാം, ആരായാലും അതിനിപ്പം കോടതി കേസിന് പോയിരിക്കുന്ന ആള് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന് അപ്പീൽ പോവുക. സുപ്രീം കോടതിയുണ്ട്. അപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബോഡിയാണ് അല്ലേ സുപ്രീം കോടതി. അത് പറയുന്നത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് ചോദ്യം. അപ്പൊ വാരണാസി ജില്ലാ കോടതി ചെയ്തത് ശരിയോ? കോടതി ഇപ്പം താഴെ പോയിട്ടിരിക്കുന്ന ആള് ഇത് പിന്നെ അതായത് പുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സുപ്രീം കോടതിയാണ് അതിന്റെ ഫൈനൽ വിധി. അതാണ് റൂള്. അതാണ് റൂൾ. ചോദ്യം ഒന്നേ ഉള്ളൂ, സുപ്രീം കോടതി പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു, വാരണാസി ജില്ലാ കോടതി അനുവാദം കൊടുത്തു. ഇത് ശരിയോ തെറ്റോ? അത് കോടതി അലക്ഷ്യമല്ലേ? കോടതി അങ്ങനെ തന്നെ കോടതി തന്നെ അല്ലേ പറയുന്നത്? ഇതാണ് ഹയർ അതോറിറ്റി എന്ത് പറയുന്നു അതാണ് കറക്റ്റ് ആണ്. അപ്പൊ വാരണാസി കോടതി പറഞ്ഞത് തെറ്റാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് കോടതി തന്നെ പറയണം. അല്ല, അതല്ല, അങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ താഴത്തെ കോടതി അംഗീകരിക്കണമല്ലോ. മേളത്തെ കോടതി പറഞ്ഞിരിക്കുന്ന മേളത്തെ കോടതി എന്ത് പറയുന്നത് അത് താഴത്തെ കോടതി അംഗീകരിക്കുക. അപ്പൊ ഈ താഴത്തെ കോടതി ഈ വിധി കൊടുത്തത് തെറ്റല്ലേ? അത് സുപ്രീം കോടതി പറഞ്ഞു എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് തെറ്റോ ശരിയെന്നുള്ളതല്ല. ഹയർ കോടതി എന്ത് പറയുന്നു അതാണ് കറക്റ്റ്. ഞാൻ സാധാരണ പൗരനെന്ന് പറയുന്നത് അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാരണാസി ജില്ലാ കോടതി കൊടുത്ത ഈ ഒരു ഉത്തരവ് തെറ്റല്ലേ എന്നാണ് ചോദ്യം. സുപ്രീം കോടതി പോകേണ്ടത്. തെറ്റോ ശരിയോ? ഞാൻ ഐ എം നോട്ട് ദ പേഴ്സൺ ടു ഡിസൈഡ് ബൈ ദാറ്റ് വൺ. ഹയർ കോടതി പറയുന്നതാണ് കറക്റ്റ് എപ്പോഴും. ദാറ്റ് ഈസ് സുപ്രീം കോടതി പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ ജില്ലാ കോടതി പറഞ്ഞത് തെറ്റ് എന്ന് താങ്കൾ മനസ്സുകൊണ്ട് അംഗീകരിക്കും. സുപ്രീം കോടതി ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോടതി പറയുന്നതാണ് കറക്റ്റ്. ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു. അപ്പൊ ജില്ലാ കോടതി തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ജില്ലാ കോടതി പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയുന്നത് ശരിയാണ് എപ്പോഴും. അത് ഹയർ കോടതി പറയുന്നതാണ് ശരി. അല്ല, പൗരനെന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പം എല്ലാവർക്കും തുല്യ നീതി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇതുവരെ തുടർന്ന് വന്ന ആ രീതിയിൽ തന്നെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ ഈ ചുറ്റുപാട് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതിനുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മളൊരു പൗരൻ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായും. കാരണം കോടതിയാണ് നിയമത്തെ സാക്ഷാത്കരിക്കേണ്ട, കോടതിയാണ് ഈ ഒരു വിധിക്ക് എതിര് കൊടുക്കുന്നത്. മാത്രമല്ല അലഹാബാദ് കോടതി 22 വർഷത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഈദ്ഗാഹ് മസ്ജിദിനെ സംബന്ധിച്ച് പോയപ്പോൾ കോടതി പറഞ്ഞത് എന്ത് നേട്ടം, അഥവാ ഇന്നലെ വരെ ആരാധിച്ചത് ഇത്രയും വർഷം വരെ, അഥവാ ഔറംഗസീബിന്റെ കാലം മുതൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അവിടെ ഈ ഒരു ആരാധനയ്ക്ക് കൊടുക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 91 എന്ന നിയമവും കാറ്റിപ്പറത്തിക്കൊണ്ടല്ലേ സത്യം ഈ ഒരു ഇത് കൊടുക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ മതേതരത്വത്തിന്റെ ഘടകവിരുദ്ധമായി മാറില്ലേ? മാറും 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 അംഗീകരിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. എങ്ങനെയാണ് ഈ ഒരു കോടതി നിയമത്തെ, കാരണം കോടതി തന്നെ ഒരു നിയമം നിലനിൽക്കുക, അതിനെ ഹരിച്ചുകൊണ്ടാണ് ഇപ്പോ മുകളിൽ മുസ്ലിങ്ങൾ ഇനിയിപ്പോ റമദാൻ വരെയാണ് ആരാധന ശക്തമായി നടക്കും. ആ സമയത്ത് ഏകദൈവ ആരാധന നടക്കുന്നിടത്ത് തന്നെ ബഹുദൈവ ആരാധനയ്ക്ക് വേണ്ട ഒരു പൂജ നടത്താൻ കോടതി തന്നെ അനുവാദം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല നരസിംഹറാവു കൊണ്ടുവന്ന ഈ ഒരു നിയമത്തിനെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഒരു പൗരൻ നിനക്ക് കാണുന്നത്? ഇത് തികച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലായിരുന്നു ഇതിലൊന്നും ഉള്ളടക്കമൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മളെ ധാരണ. കേരളക്കരയിൽ എന്നും ഒരു മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു പാരമ്പര്യ കേരളത്തിനുള്ളൂ. അത് എക്കാലവും സംരക്ഷിക്കപ്പെടുന്നു തന്നെയാണ് നമ്മളെ വിശ്വാസം. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതൊരു ചർച്ച്, ഇതൊരു മുസ്ലിം പള്ളി, അപ്പുറത്ത് ക്ഷേത്രമാണ്. ഈ രൂപത്തിൽ തൊട്ടുറുമ്മിക്കൊണ്ട് ഈ കേരളത്തിലുള്ള ആളുകൾ അതേ രൂപത്തിൽ എല്ലാവിധ ഓരോ മതവിഭാഗത്തിൻ്റെയും ചടങ്ങുകളും വ്യത്യസ്ത മതക്കാർ പങ്കെടുക്കുകയും പരസ്പര സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന അത്രക്കും സുന്ദരമായിട്ടുള്ള ഒരു പരസ്പരമുള്ള മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്
നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ അതുപോലും ഇന്ന് വിഭാഗീയതകളിലേക്ക്, വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലേക്ക് ആളുകളെ വേർതിരിച്ചുകൊണ്ട് പരസ്പരം എന്താണ് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇന്ന് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ എന്താണ് ഇപ്പം ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ വിഭാഗീയത, എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ നോക്കുന്നത് എന്താണ്, മതപരമായിട്ടാകുന്ന ആ കാര്യങ്ങൾ കാണുകയും അതിന് തെറ്റോ ശരിയോ നീതിയോ എന്ന് പോലും ഇന്ന് ആളുകൾ നോക്കാതെ മതത്തിന്റെ പേരിൽ എന്താകുന്നു അത് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ആ രൂപത്തിൽ ആളുകൾക്കിടയിൽ വിഭിന്നതയും വ്യത്യസ്തതയും അതുപോലെ തന്നെ വെറുപ്പും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട്, മതേതരത്വമുണ്ട്. അതൊക്കെ ഇന്ന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ പറയുന്ന പോലെ വിക്രമാദിത്യ രാജാവ് ഉണ്ടാക്കിയ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് ഔറംഗസീബ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയതെന്ന് പറയുന്നത് തെളിയാൻ സാധിച്ചിട്ടില്ല. എന്നാലും ചരിത്രത്തിൽ എങ്ങനെയാ അത് വായിച്ചിട്ടുണ്ടോ, എങ്ങനെയാണത്? ഒരിക്കലും ഔറംഗസീബ് അങ്ങനെയുള്ള ആള് അല്ലായിരുന്നു. പക്ഷേ ഇന്നെന്താണ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയെങ്കിൽ അതിനുശേഷം ശിവജി ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. കുറെ കാലം ഔറംഗസീബും ശിവജിയും തമ്മിൽ അങ്ങേയറ്റത്തെ ശത്രുതയുള്ള ആളുകളാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ചരിത്രത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കോ ഔറംഗസീബ് അത്തരത്തിലുള്ള ഒരു മതവിദ്വേഷത്തിന്റെ ആളായിരുന്നു എന്ന് എവിടെയും ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് ചരിത്രത്തെയും എന്താകുന്നു വളച്ചൊടിച്ചുകൊണ്ട് തമസ്കരിച്ചുകൊണ്ടാകുന്നു ഇപ്പോൾ പുതിയ ചരിത്രങ്ങളും അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിൽ വരെ എന്താകുന്നു ഇത്തരത്തിലുള്ള ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിയമത്തിൽ അധിഷ്ഠിതമായിട്ടല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, അഥവാ നിയമം ഒന്ന് പറയുന്നു, സർക്കാർ വേറൊന്ന് ചെയ്യുന്നു എന്നുള്ളൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതില് ഇപ്പൊ വരുന്ന നീതിന്യായങ്ങളിൽ തന്നെ പല നീതിന്യായങ്ങളും എന്തല്ല നോർമലി വരുന്നത് ഫുള്ള് അഥവാ മതസൗഹാർദ്ദത്തെ തകർക്കുക എന്നുള്ള രൂപത്തിലാണ് പല നീതിന്യായങ്ങളും വരുന്നിട്ടുള്ളത്. അപ്പോ അതില് കൂടുതലായിട്ട് എന്താ ജനങ്ങളിലേക്ക് ഈ ഒരു അഥവാ സർക്കാരും അതുപോലെയുള്ള ഭരണകക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളിലേക്ക് അഥവാ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വികാരം സൃഷ്ടിക്കുക എന്നുള്ളൊരു ആളി കത്തിച്ച് പൊളിറ്റിക്സ് ഭരണം കയ്യേറുക എന്നുള്ളൊരു വിഷയമാണ് കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരിക്കലും എന്തല്ല യോജിക്കുന്നതായിട്ടുള്ള ഒരു സംഭവങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു നിയമം നിലനിൽക്കുക, ആ നിയമത്തെ സംരക്ഷിക്കേണ്ടതാണ് കോടതിയൊക്കെ. പ്രത്യേകിച്ച് അലഹബാദ് കോടതി 22 വർഷത്തേക്ക് യാതൊരു ചർച്ചയും പാടില്ല എന്ന് പറഞ്ഞു. ഈദ്ഗാഹ് കോടതി മസ്ജിദുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരാള് ഒരു തെളിവും ഇല്ലാതെ ഞങ്ങളുടെ മുമ്പ് പൂർവികന്മാർ അവിടെ ആരാധന നടത്തിയെന്ന് പറയുമ്പോൾ അതിന് തെളിവില്ല. പിന്നെ മാത്രമല്ല ഇനി തെളിവുണ്ടെങ്കിൽ പോലും 1947 നിയമം അനുസരിച്ച് 90 നിയമം അനുസരിച്ച് 1947 ശേഷം ആരാണ് ആരാധന നടത്തി അവർക്കാണ് അവകാശം എന്നാണ് നിയമം. ഇതിനെയാണ് സരദയിൽ വാരണാസി ജില്ലാ കോടതി ഹനിച്ചുകൊണ്ട് ഇവിടെ അധികാരം കൊടുത്തത്. ഇത് സത്യത്തിൽ മാനവമയത്തിനെ ഊട്ടി ഉറപ്പിക്കുമോ അതോ തകർക്കുമോ? പ്രത്യേകിച്ച് നിയമത്തെ സംരക്ഷിക്കലാണോ അതോ അതിന് കോട്ടം വരുത്തലാണോ? ഇത് ജനങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ വരും. മതം എന്നുള്ളത് കൂടുതലായിട്ടും നിയമപരമായിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഓരോ മതത്തിനും അതിൻ്റെതായ സ്ട്രക്ചറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടും എന്ത് വരണം, കൂടുതലായിട്ടും നിയമം സർക്കാരുമല്ല അതിൽ കൂടുതലായിട്ടും ഇടപെടേണ്ടത്. ഇപ്പൊ ഇതൊരു മതത്തിന്റെ കാര്യത്തില് സർക്കാരും കോടതികളും പല കാര്യങ്ങളും അഥവാ ഒരു പ്രശ്നമുള്ള കാര്യത്തിലല്ല ഇടപെടുന്നത്. അഥവാ സർക്കാർ അങ്ങോട്ട് പോയിട്ട് മതത്തിൽ ഇടപെടാണ്. അത് ശരിക്കും ജനങ്ങൾക്ക് അഥവാ ജനങ്ങൾക്ക് സർക്കാരിന്റെയും ഇവരുടെയും പേരിലെ വിശ്വാസം നഷ്ടപ്പെടുന്ന നിയമത്തിന്റെ പേരിൽ ഒരു നഷ്ടപ്പെടുത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു ദൈവഭക്തിയുടെ പേരിലായിരിക്കും, പൊളിറ്റിക്സിന്റെ പേരിലായിരിക്കും. സത്യത്തിൽ ഈ പറയുന്നത് വരെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് പറയുന്ന BJP ഗവൺമെന്റ് അതൊരു മതസംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണോ ചോദിക്കുന്നത്? അല്ല തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ പൊളിറ്റിക്സിന് വേണ്ടിയാണോ ഈ ദൈവത്തെ അല്ലെങ്കിൽ മതത്തെ ലാക്കാക്കി പ്രവർത്തിക്കുന്നത്? തീർച്ചയായും അതൊരു മതത്തിന് വേണ്ടിയല്ല അവർ ചെയ്യുന്നത്. അവരെ പൊളിറ്റിക്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെ മതത്തെ അവർ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു മതത്തെ അവര് ഒറ്റിക്കൊടുത്ത് അവരെ ഇല്ലായ്മ ചെയ്ത് അവരെ സ്വന്തം മതത്തെ അവർ കൂട്ടുപിടിച്ചിട്ട് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് അവർ തീർച്ചയായും ചെയ്യുന്നത്. ഇത് സത്യത്തിൽ ഭൂരിപക്ഷം ഹൈന്ദവരും ഇത് അംഗീകരിക്കുന്നുണ്ടാവും. ഭൂരിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചാല് നമ്മുടെ നാട്ടിലിപ്പോ ഹിന്ദു മതസ്ഥരും മുസ്ലിം മതസ്ഥരും ഒരുമിച്ചാണ് കഴിയുന്നത്, നമുക്കറിയാം. പക്ഷെ അവരിൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ അവരെ മതത്തെ തന്നെ അവര് ചേർത്ത് പിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്നു പറയാൻ പറ്റില്ല, കുറച്ച് പേര് അംഗീകരിക്കുന്നുണ്ട്. പറയാൻ ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പോ ഇതിനിപ്പോ രാഷ്ട്രീയ ലക്ഷ്യം കുറച്ച് ഉണ്ടാവും. അപ്പൊ അതില് ഒരു വിഭാഗക്കാര് സംയമനം പാലിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കലാപങ്ങള് കുറച്ച് കുറയുന്നത്. നേരെ മറിച്ച് മറ്റു വിഭാഗം ഇതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് സ്വാധീനവും മറ്റ് പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ സമ്മേളനത്തിൽ പോകുന്നത്. ഇല്ലേ വലിയൊരു കലാപത്തിലൂടെ നീങ്ങി നമ്മുടെ നാട് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലെത്തും. ഇപ്പൊ സ്വന്തം എല്ലാം ഒറ്റ കയ്യിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും ഒരു ഭരണകൂടത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവരെന്തോ ചെയ്യുന്നു അതിന് കൂടെ നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്.
അതിന് പിന്നെ നമ്മള് കേരളക്കാർ ഇതൊക്കെ മനസ്സറിഞ്ഞ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലുത്. പക്ഷെ ഇതുവരെയും കേരളം ഒരു മതത്തിന്റെ പേരിൽ മറ്റുള്ള ഒരു രീതിയിൽ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ സത്യത്തിൽ പോകുന്ന രീതിയിൽ ഇപ്പോ കേരളത്തിൽ പുതിയൊരു വാദം വന്നതാണ് ചർച്ച് അത് ക്ഷേത്രമാണ്, അല്ലെങ്കിൽ വേണമെന്നൊരു BJP നേതാവ് ഇപ്പൊ പ്രഖ്യാപിച്ചു. ഇതുവരെയും കേരളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിലാണുള്ളത്. ഇപ്പൊ ബാബരി മസ്ജിദ് പിന്നാലെ അടുത്ത് വന്ന ഗ്യാൻവാബി മസ്ജിദ്, താജ്മഹൽ, ഈദ്ഗാഹ് മസ്ജിദ് ഒക്കെ വന്നൊക്കെയാണ്. സത്യത്തിൽ ഇപ്പോ കോടതി നിയമം നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ തന്നെ 91 നിയമം കൊണ്ടുവന്ന് 47 ശേഷം സ്റ്റാറ്റസ് കോ നിലനിർത്തി ആർക്കാണ് ആരാധന ഉള്ളത് അവർക്ക് കൊടുക്കണമെന്നാണ്. പക്ഷെ അതിനാണ് ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെ വാരണാസി ജില്ലാ കോടതി വിധി പ്രഖ്യാപിച്ച് അവർക്ക് പൂജ നടത്താൻ അധികാരം കൊടുത്തത്. സത്യത്തിൽ അത് അവിടെ പോലെ നമ്മളിപ്പോ പാളയത്തിന്റെ അവസ്ഥയിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചർച്ചുണ്ട്, മസ്ജിദിന്റെ ഒരു കലാപമല്ല വരില്ല, സൗഹാർദ്ദമാണ്. യുപിയിലാണെങ്കിൽ എന്നും മതത്തിന്റെ പേരിലാണ് അടി. എങ്കിൽ മുകളിൽ ആരാധന നടക്കുമ്പോൾ താഴെ പൂജ നടക്കുമ്പോൾ സത്യത്തിൽ എന്തായിരിക്കും കോടതി അവിടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും ഒരു പൗര നിലയ്ക്ക് കാണുക? നമ്മളിപ്പോ പല വിധികളും കോടതി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് പിന്നെ വിധി നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. കോടതി നല്ലതാണോ ചെയ്യുന്നത് മോശമാണോ എന്ന് ചിന്തിക്കുന്നത് നമ്മൾ കേരളക്കാർ ചിന്തിക്കുന്നുണ്ട്. അത് ആ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കലാപങ്ങളും ഇല്ലാത്തത്. ഉദാഹരണമാണ് മസ്ജിദ്, ക്രിസ്ത്യൻ ചർച്ച്, പള്ളികൾ ഇവിടെ വരുമ്പോൾ ഒരു മതസ്ഥരുടെ എല്ലാവരും സൗഹാർദ്ദപരമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. പുറത്തുള്ള യാത്രകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. പല കാര്യങ്ങളും നമ്മളെ ഇവിടെ കുറ്റം പറയുമ്പോൾ അവിടെ എന്താകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ അവിടെ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ മാത്രമല്ല അത് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ സ്നേഹമാണോ ഈ BJP കാണിക്കുന്നത്? ഇല്ല പൊളിറ്റിക്സ് ലക്ഷ്യം വെച്ചാണോ ഈ ഒരു മതത്തെ കൂട്ടുപിടിച്ച്, രാമനെ കൂട്ടുപിടിച്ച്, ക്ഷേത്രത്തെ കൂട്ടുപിടിച്ച് വരുന്നത്? തീർച്ചയായും അത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. എല്ലാ മതസ്ഥരും എന്റെ ഒരു അഭിപ്രായത്തിൽ മതസ്ഥർ ഒരു 70% രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളതാണ്. രാഷ്ട്രീയം ഇല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയക്കാർ അത് രാഷ്ട്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് പിന്നെ രാമക്ഷേത്രവും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളത് തികച്ചും ഒരു പിന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ട്, അതിനോട് മുന്നോടിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ആ വിഭാഗക്കാരിൽ അയോധ്യയിലേക്ക് പിന്നെ വാഹനങ്ങൾ വെക്കുന്നു, പിന്നെ ഇതുപോലെ തന്നെ തീവണ്ടി അങ്ങോട്ട് വരുന്നു, എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ടേക്ക് വെക്കുന്നത്. അപ്പൊ ഹിന്ദു മതസ്ഥർ എന്ന് പറയുമ്പോൾ രാമക്ഷേത്രം എന്നുള്ള ഒതുങ്ങുന്നത്. പക്ഷെ അതിനുള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഭൂരിപക്ഷം ഹിന്ദുക്കളും അംഗീകരിക്കുന്നുണ്ട്. അല്ല, വേറൊരു വിഷയം എന്ന് വെച്ചാൽ പിന്നെ പുറത്തുള്ളവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വെച്ചാൽ വിദ്യാഭ്യാസപരമായി കേരളക്കാർ കൂടുതലും വിദ്യാസമ്പന്നരാണ്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. കാരണം വെച്ചാൽ പുറത്തുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. പെൺപിള്ളേർ, ഞാൻ ഗോവ UP-യിലൊക്കെ പോയിട്ടുള്ളത്. UP-യിൽ എന്ന് പറയാൻ പിന്നെ സ്ത്രീകളടക്കം പിന്നെ കുപ്പിയും വെള്ളമെടുത്ത് പുറത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തിക്കാൻ തുടങ്ങും, ചിന്തിച്ചാൽ ഭരണം കിട്ടില്ല എന്നുള്ള ചിന്തിക്കുന്നത്. ഞാൻ ഒരു BJP മാത്രം നോക്കാൻ പറയുന്നില്ല, എല്ലാ മതത്തിലും ഇങ്ങനെ പറയുന്നതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ശേഷി വരും, ചിന്തിക്കാനുള്ള ശേഷി വരുമ്പോൾ ഭരണം മാറി വരും. ആ വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. മാനവമേത്രി എന്നും നിലനിൽക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മളെ ഇപ്പൊ ഈ കേരളത്തിലെ അവസ്ഥയാണ് ഏറ്റവും നല്ലത്. ചിന്തിക്കാനുള്ള ശേഷിയും പ്രവർത്തിക്കാനുള്ള എവിടെ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഈ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾ അതുപോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വലിയൊരു അനുഗ്രഹമാണ് തൊട്ടത് ക്ഷേത്രം, ചർച്ച്, അതോടൊപ്പം തന്നെ മസ്ജിദും ഉണ്ട്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയും മുസ്ലിമായാലും നമ്മൾ പഠിക്കാൻ ചായ കുടിക്കാൻ വന്നപ്പോഴും നമ്മുടെ മതം നമ്മളെ തടഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനെ നശിപ്പിക്കാനാണ് ഇന്ന് പൊളിറ്റിക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വാരണാസി കോടതി ഗ്യാൻവാബി മസ്ജിദിന് താഴെ പൂജ നടത്താൻ അധികാരം കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ഉണ്ടാവാണ്. ഇതിനെ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്കുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ കാണും? അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും ഒരേപോലെ കാണുക. എന്താ വെച്ചാ പാർട്ടി പറയുമ്പോൾ ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും നാൾ നമ്മളെ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതോ അതെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. അഥവാ കേരളത്തിന്റെ പൈതൃകം ഇല്ല, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം, ആ ഇന്ത്യയുടെ പൈതൃകം ഇന്ന് നിലനിൽക്കുന്നത് സത്യത്തിൽ കേരളത്തിലാണ്. അഥവാ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും അവർ ഒരുമിച്ചാണ് അവർ നിൽക്കുന്നത്. അവർ ആരാധന വിഷയത്തിൽ അവർ വിവിധ വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങളിൽ അവർ പോകുമെങ്കിലും പൊതുസമൂഹത്തിൽ പൊതുവിഷയത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ഇന്ത്യയുടെ തനിമയാർന്ന ആദർശം. അത് എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും. ഈ പറഞ്ഞതുപോലെ BJP അധികാരത്തിൽ വരാൻ കാണിക്കുന്ന പൊളിറ്റിക്സ് മാത്രമാണ് ഈ ആരാധനാ സംരക്ഷണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാലയത്തിന് വേണ്ടിയുള്ള ഈ മുറവിളികൾ. ഒരിക്കലും ഭക്തിയുടെ പേരിലല്ല, മോക്ഷത്തിന്റെ പേരിലല്ല എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ സത്യത്തിൽ നിയമങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടതാണ് നമ്മളെ ഓരോരുത്തരും, പ്രത്യേകിച്ച് നിയമപാലകർ, നീതിപീഠങ്ങൾ. അവിടെയാണ് അലഹബാദ് കോടതി, അവിടെ ഹൈക്കോടതി അടക്കമുള്ളവർ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. 91 നരസിംഹറാവു കൊണ്ടുവന്ന ആരാധനാ സംരക്ഷണ നിയമം,
ആ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാറ്റസ് കോ 947 ശേഷം ആരൊക്കെ ആരാധന സൂക്ഷിച്ചു വന്നോ അവർക്കാണ് അത് അധികാരമെന്ന് പറഞ്ഞു. ഇതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാരണാസി കോടതി, ജില്ലാ കോടതി ഈ പൂജ നടത്താൻ അധികാരം കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ താജ്മഹലിന്റെ വിഷയം, ഈദ്ഗാഹ് മസ്ജിദിന്റെ വിഷയം, ഇപ്പൊ കേരളത്തിൽ വരെ ഒരു ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച് പോലും അത് ക്ഷേത്രമാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. സത്യത്തിൽ ബാബരി മസ്ജിദിന്റെ അതേ വഴിക്ക് നീങ്ങാനാണോ ഈ വാരണാസി കോടതിയും ഈ പറഞ്ഞ ഗ്യാൻവാപ്പി മസ്ജിദിലേക്ക് വിട്ടത്? റമദാൻ വരികയാണ്. ആ സമയത്ത് ഏകദൈവ ആരാധന, അധിഷ്ഠിതമായ ആരാധന മുകളിൽ നിറക്കുമ്പോൾ താഴെ ബാത്റൂമിന്റെ താഴെ അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ പൂജ നടത്തുമ്പോൾ ഇത് എന്തൊക്കെ വിപത്തുകൾ ഉണ്ടാകും? സത്യത്തിൽ ഒരു കലാപത്തിലൂടെ ഒരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിന്റെ മുതൽ മുടക്കിനാണോ ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ ബോധമുള്ളവർ ഉയരേണ്ടതുണ്ട്. ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഭാരതീയൻ എന്നുള്ള ഒരു ആത്മത്തോടുകൂടി, ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ആത്മചൈതന്യത്തോടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഫാസിസ്റ്റ് തകർന്നിരക്കണം. ഈ ഫാസിസ്റ്റ് ഒരിക്കലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഒരിക്കലും ഒരു തീവ്രവാദ ഭീകരവാദ ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. മറിച്ച് സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കേണ്ടത്. ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാം, മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാം, മതമില്ലാത്തവൻ അങ്ങനെ ജീവിക്കാം. പക്ഷെ അതിന്റെ പേരിൽ വർഗീയത, ഒരു കലാപം നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല. അത് നമ്മൾ നശിപ്പിക്കാനുള്ളൂ. വരുന്ന തലമുറ, നമ്മുടെ മക്കൾ തന്നെ നശിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നന്മയ്ക്കാകണം, മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാകരുത്. ആ നിലയ്ക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഈ ന്യൂസ് ഇവിടെ വൈൻഡിപ്പാണ്. നിങ്ങളുടെ കമന്റ്സുകൾ നിങ്ങൾക്ക് അറിയിക്കാം. പുതിയ ന്യൂസിൽ പുതിയ വിശേഷമായി കാണാം. തൽക്കാലം ഇവിടെ മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക.